നമസ്കാരം. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 2 ദിവസങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാലൻസും പിന്നെ അഡീഷണൽ പോയിന്റുകളുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ തരംതിരിച്ചിരിക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഔട്ട്പുട്ട് ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ ആ ഒരു പോർഷൻ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇൻപുട്ടായിട്ട് നമ്മൾ അങ്ങോട്ട് ഉപകരണങ്ങൾ വഴിയിട്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് വിവരങ്ങൾ കൊടുക്കും. അതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്നൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്കൊക്കെ മാറ്റി അതിൻ്റെ അകത്ത് പ്രോസസ്സിങ്ങുകൾ നടന്ന് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യും? വിവരങ്ങൾ തരും. കമ്പ്യൂട്ടർ ഇങ്ങോട്ട് നമുക്ക് വിവരങ്ങൾ തരും. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്ന വിവരങ്ങളെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് ലഭ്യമാക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പം നമുക്ക് പല രീതിയിൽ കമ്പ്യൂട്ടറിനകത്ത് നിന്നും ഔട്ട്പുട്ടായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഗ്രാഫിക്സ്, വിവരങ്ങൾ ഇതെല്ലാം ലഭ്യമാക്കുന്ന വീഡിയോ സ്ക്രീനാണ് മോണിറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. ഈ മോണിറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗവും ഏത് തന്നെയാണ്? മോണിറ്ററാണ്. മോണിറ്ററിൻ്റെ റിഫ്രഷ് റേറ്റ് അളക്കുന്ന യൂണിറ്റാണ് ഹെഡ്സ് ആണ് മോണിറ്ററിൻ്റെ റിഫ്രഷ് റേറ്റ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്സ് ആണ് റിഫ്രഷ് റേറ്റ് അളക്കുന്ന യൂണിറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ ആദ്യകാലത്തേക്ക് മോണിറ്ററുകളിൽ ഉപയോഗിച്ചിരുന്നത് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയായിരുന്നു. CRT അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബാണ് പണ്ട് കാലത്ത് മോണിറ്ററുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ. ഇന്ന് ടെക്നോളജി ഒത്തിരി ഡെവലപ്പ് ആയപ്പോൾ LED പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെയാണ് മോണിറ്ററിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇന്നത്തെ കാലത്ത് തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. അന്ന് എന്തായിരുന്നു? പഴയ കാലത്ത് കാഥോഡ് റേ ട്യൂബായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി എന്താണ് പിക്സൽ എന്ന് പറയുന്നത് നോക്കാം. ഒരു സ്ക്രീനിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലെ നിയന്ത്രിക്കാനാവുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സൽ എന്ന് പറയുന്നത്. ഒരു സ്ക്രീനിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലെ നിയന്ത്രിക്കാനാവുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് പിക്സൽ അല്ലെങ്കിൽ പിക്ചർ എലമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു ചിത്രത്തിലെ നിയന്ത്രിക്കാനാവുന്ന ഏറ്റവും ചെറിയ ഘടകം. എന്നാൽ എന്താണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്? ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിൻ്റെ കഴിവിനെയാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് നോക്കിക്കേ. നിയന്ത്രിക്കാനാവുന്ന ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? അത് പിക്സലാണ്. ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിൻ്റെ കഴിവാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ നോക്കാം. അപ്പോൾ ഒരെണ്ണം നമ്മൾ പറഞ്ഞു, ഏതാണ്? മോണിറ്റർ നമ്മൾ പറഞ്ഞു. മോണിറ്ററാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ VDU എന്നറിയപ്പെടുന്നത് മോണിറ്റർ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. മോണിറ്ററാണ്. അടുത്ത ഉപകരണമാണ് പ്രിൻ്റർ. നമുക്ക് കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഈ പ്രിൻ്ററുകൾ പണ്ട് കാലത്ത് പഞ്ച് കാർഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പഞ്ച് കാർഡ് എന്ന പേരിലാണ് പ്രിൻ്ററുകൾ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രിൻ്ററിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണം, അല്ലേ? പ്രിൻ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. പ്രിൻ്ററുകളാണ് പണ്ട് കാലത്ത് പഞ്ച് കാർഡ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പ്രിൻ്ററുകളെ 2ആയി തരംതിരിക്കാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിൻ്ററുകളെ 2ആയിട്ട് തരംതിരിക്കുന്നത്? പ്രിൻ്റ് ചെയ്യുന്ന പ്രവർത്തന രീതി അനുസരിച്ച് പ്രിൻ്ററുകളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററുകളും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളുമാണ് 2 തരത്തിലുള്ള പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. അതിൽ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പേപ്പറുകൾ തമ്മിൽ ഇമ്പാക്റ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വന്നിട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്ന പ്രിൻ്ററുകളാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ. അതിൽ മഷി പുരട്ടി അതിൽ അക്ഷരങ്ങൾ അച്ചടിച്ച് കോണ്ടാക്റ്റിലൂടെ ചെയ്യുന്ന പ്രിൻ്ററുകളാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ എന്ന് പറയുന്നത്. ലൈൻ പ്രിൻ്റർ, ട്രം പ്രിൻ്റർ,
ചെയിൻ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, അതുപോലെ ക്യാരക്ടർ പ്രിൻ്റർ ഉണ്ട്, ഡെയ്സി വീൽ പ്രിൻ്റർ. ഇങ്ങനത്തെ പ്രിൻ്ററുകളൊക്കെ ഏതിന് ഉദാഹരണമാണ്? ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണമാണ്. ഈ പോർഷൻ ചോദിക്കും, രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിൽ ഇമ്പാക്റ്റ് ഏതാണ്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ഏതാണെന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ലയൺ പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ചെയിൻ പ്രിൻ്റർ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ, ക്യാരക്ടർ പ്രിൻ്റർ ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ കാർബണിൻ്റെ കോപ്പി എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഈ ഇമ്പാക്റ്റ് പ്രിൻ്ററിലെ കാർബൺ കോപ്പി എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ എന്ന് പറയുമ്പോൾ ഈ ലേസർ പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ യൂസ് ചെയ്തിട്ട് പേപ്പറുകൾ തമ്മിൽ മഷിയൊന്നും പുരട്ടി കോണ്ടാക്റ്റ് വരത്തില്ല, അല്ലാതെ നമുക്ക് അക്ഷരങ്ങൾ അച്ചടിക്കാൻ പറ്റും. പേപ്പറിൽ മഷി പുരട്ടി കോണ്ടാക്റ്റിലൂടെ അച്ചടിച്ചെടുക്കുകയാണെങ്കിൽ അത് ഇമ്പാക്റ്റും, കോണ്ടാക്റ്റ് ഇല്ലാത്ത പ്രിൻ്ററുകളാണെങ്കിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളുമാണ്. ലേസർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ ഇതെല്ലാം പ്രധാനപ്പെട്ട നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾക്ക് ഉദാഹരണമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിലെ ഏറ്റവും വേഗത കൂടിയ പ്രിൻ്ററാണ് ലേസർ പ്രിൻ്റർ. ലേസർ പ്രിൻ്ററാണ് പേജ് പ്രിൻ്റർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്ററാണ് ഇതെന്ന് പറയുന്നത് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. പ്രിൻ്ററിൻ്റെ വേഗത സൂചിപ്പിക്കുന്നത് പേജസ് പെർ മിനിറ്റ് എന്ന യൂണിറ്റിലാണ്. പ്രിൻ്ററിൻ്റെ വേഗത സൂചിപ്പിക്കുന്നത് ഏതാണ്? പേജസ് പെർ മിനിറ്റ് ആണ്. ഇനി എന്താണ് ഹാർഡ് കോപ്പികളും എന്താണ് സോഫ്റ്റ് കോപ്പികളും എന്ന് നോക്കാം. പ്രിൻ്റ് ചെയ്യപ്പെടാത്ത ഡോക്യുമെൻറ്റുകളാണ് സോഫ്റ്റ് കോപ്പികൾ എന്നറിയപ്പെടുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊരു PDF ഒരു ഡോക്യുമെൻറ്റോ അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു സോഫ്റ്റ് കോപ്പി. പ്രിൻ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? സോഫ്റ്റ് കോപ്പിയാണെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു PDF അല്ലെങ്കിൽ ഒരു ഡേറ്റ ഉണ്ട്, ഇതൊരു സോഫ്റ്റ് കോപ്പിയാണ്. എന്നാൽ അത് പ്രിൻ്റ് ചെയ്ത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയും? ഹാർഡ് കോപ്പി എന്ന് പറയും. പ്രിൻ്റ് ചെയ്യാത്ത ഡോക്യുമെൻറ്റുകളാണ് സോഫ്റ്റ് കോപ്പി എന്നറിയപ്പെടുന്നത്. പ്രിൻ്റ് ചെയ്യപ്പെട്ട ഡോക്യുമെൻറ്റുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പിയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സോഫ്റ്റ് കോപ്പിയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ പഠിച്ചല്ലോ, എന്താണ് പ്രിൻ്ററിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. അപ്പോൾ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിനകത്ത് വരുന്നത് ഏതാ വരാത്തത് ഏതാണെന്നുള്ള രീതിയിലേക്ക് ചോദിക്കും. മോണിറ്റർ പഠിച്ചു, പ്രിൻ്റർ പഠിച്ചു. അതുപോലെ പ്ലോട്ടറും ഇതുപോലെ നമുക്ക് മാപ്പുകൾ, ചിത്രങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്ലോട്ടർ എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാക്കുന്നത്. ഇപ്പോൾ പ്രിൻ്ററിൽ നമ്മൾ അക്ഷരങ്ങൾ, ഡോക്യുമെൻറ്റുകളൊക്കെ അല്ലേ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും മാപ്പുകളോ ചിത്രങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുന്നത് പ്ലോട്ടറിലൂടെയാണ്. സ്പീക്കർ, ഹെഡ്ഫോൺ, പ്രൊജക്ടർ. നമുക്ക് സ്പീക്കർ, ഹെഡ്ഫോൺ നമുക്ക് സൗണ്ടായിട്ട് ഔട്ട്പുട്ട് ലഭിക്കും. നമുക്ക് പ്രിൻ്റ് ചെയ്തും ഡോക്യുമെൻറ്റുകളായിട്ടും മാത്രമല്ല കിട്ടുന്നത്, അതുപോലെ നമുക്ക് സൗണ്ടായിട്ടും വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എടുത്തുകൂടെ. അപ്പോൾ അതിനാണ് സ്പീക്കർ, ഹെഡ്ഫോണൊക്കെ സഹായിക്കുന്നത്. പ്രൊജക്ടറുകൾ നമുക്ക് സ്ക്രീനിലൂടെ കാണാനായിട്ട് പ്രൊജക്ടറുകൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ഉപകരണമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. ഇതാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. നമുക്ക് കുറച്ച് മലയാളവും ഇംഗ്ലീഷും ഒക്കെ എന്ത് ചെയ്യാം? പഠിക്കാം. കുറച്ച് മലയാളവും ഇംഗ്ലീഷും ഒക്കെ നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വിപരീത പദങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിലെ ശൈലികൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? അമരം പിടിക്കുക അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ശൈലികളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബുക്കിലോട്ട് ഈ മലയാളത്തിൻ്റെ ഈ നോട്ടും കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾ മാക്സിമം സെപ്പറേറ്റ് ആയിട്ട് നോട്ട്, ഒത്തിരി ബുക്കൊന്നും വാങ്ങിക്കണ്ട, ബാക്കിലും ഫ്രണ്ടിലുമായിട്ടൊക്കെ എഴുതിയൊരു 1-2 നോട്ടുകൾ എന്ത് ചെയ്യുക? മലയാളത്തിന്, ഇംഗ്ലീഷിന്, മാത്സിന്, അതുപോലെ GK, കറണ്ട് അഫേഴ്സ് എന്നിങ്ങനെ കുറച്ച് നോട്ട്സ് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തരുന്ന ഈ കമ്പ്യൂട്ടറിൻ്റെ നോട്ട്സും ഈ GK പോർഷൻ്റെ നോട്ട്സും ഒക്കെ ആ ഒരു ബുക്കിൻ്റെ ഒരു സൈഡിലേക്ക് എഴുതി വയ്ക്കുക. മലയാളം ഒരു സൈഡ്, ഇംഗ്ലീഷ് ഒരു സൈഡ്, ഇന്നലെ കഴിഞ്ഞ ദിവസം മാത്സ് പഠിച്ചല്ലോ അത് ഒരു സൈഡിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മിക്സ് ചെയ്ത് എഴുതാം. നമ്മൾ Day 1, Day 2, Class 1, Class 2 ആയിട്ട് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിൻ്റെ നോട്ട്സ് മിക്സ് ചെയ്ത് എഴുതാം, പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് രീതിയാണ് സ്യൂട്ട് ആവുന്നത് ആ രീതിയിൽ ചെയ്തുകൊള്ളുക. Class 1 എന്ന് എഴുതിയിട്ട് ആദ്യത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് എഴുതുക, Class 2 എന്ന് എഴുതിയിട്ട് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് എഴുതുക. അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ഒത്തിരി ബുക്കൊന്നും ചിലവാകത്തില്ല. എന്നിട്ട് ഓരോ ദിവസം ഒരു 7 ദിവസമൊക്കെ ആകുമ്പോൾ ഈ 7 ക്ലാസ്സിലെ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാൽ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ കൂടെ കാണും. എടുത്ത് 2 ക്ലാസ്സിൻ്റെ നോട്ട്സ് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനൽ അംഗമാവുക. ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് കൊടുത്തേക്കാം.
അപ്പോൾ എന്താണ് പറഞ്ഞത്, നമ്മൾ വിപരീത പദങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന പദത്തിൻ്റെ വിപരീതമാണ് പാരതന്ത്ര്യം. ചില വാക്കുകൾക്കൊക്കെ അസ്വാതന്ത്ര്യം ഇങ്ങനെയൊക്കെ തരും, കാണുമ്പോൾ അതിനകത്തോട്ട് എന്ത് ചെയ്യാൻ തോന്നും, കർപ്പിക്കാനായിട്ട് തോന്നും, നെഗറ്റീവ് അടിച്ചിരിക്കേണ്ടി വരും. ക്ലിയർ ആയിട്ട് എല്ലാം പഠിച്ചിട്ട് പോവുക. സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടി വരത്തില്ല, നിങ്ങൾ ഉറപ്പായിട്ട് ലിസ്റ്റിൽ കാണും. സ്വാതന്ത്ര്യം പാരതന്ത്ര്യമാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. വിപരീതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് വേർഡാണ്. സ്വാതന്ത്ര്യം പാരതന്ത്ര്യം ഇവിടുന്ന് തന്നെ പഠിച്ചുകൊള്ളുക. പൂർവം. പൂർവം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് പശ്ചിമം. പശ്ചിമമാണ് പൂർവത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത്. പശ്ചിമം പൂർവം കേട്ടിട്ടില്ലേ, പശ്ചിമ പൂർവം എന്നൊക്കെ കേട്ടില്ലേ. പശ്ചിമഘട്ടം പൂർവ്വഘട്ടമൊക്കെ നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. നിത്യം. നിത്യം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് അനിത്യം. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ മലയാളം ഇംഗ്ലീഷ് നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ വിപരീതം സമാന പദമൊക്കെ ആണെങ്കിൽ ഇത് കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ മലയാളം ഇംഗ്ലീഷൊക്കെ വൃത്തിയോണം പഠിച്ചിട്ട് പോകാം. നിത്യത്തിൻ്റെ വിപരീത പദം ഏതാണ്, അനിത്യമാണ്. നവീനം. നവീനം ഓപ്പോസിറ്റ് പുരാതനം. നവീനം പുരാതനം. നിർദ്ദയം. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീതമാണ് സദയം. സദയം. അപ്പോൾ ഈ 5 വിപരീത പദങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചല്ലോ. സ്വാതന്ത്ര്യം പാരതന്ത്ര്യം, പൂർവം പശ്ചിമം, നിത്യം അനിത്യം, നവീനം പുരാതനം, നിർദ്ദയം സദയം. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് തന്നെയാണ് പഠിച്ചത്, കുറച്ച് ഇഡിയംസ് തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കുറച്ച് ഇഡിയംസും കൂടി നോക്കാം. കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോയെന്ന് വിശ്വസിക്കുന്നു അല്ലേ. എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ്, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഒന്ന് റിവിഷൻ ചെയ്തിട്ട് ഈ ക്ലാസ്സും കൂടി ഒന്ന് കേൾക്കുക. എ പീസ് ഓഫ് കേക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പീസ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പീസ് കേക്ക് എന്നല്ല, അതിൻ്റെ അർത്ഥം എന്താണ് ഇംഗ്ലീഷിൽ ഇഡിയംസ്. സംതിങ് ഈസിലി അച്ചീവ്ഡ് അല്ലെങ്കിൽ വെരി ഈസി ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്. പീസ് ഓഫ് കേക്ക് എന്ന ഇഡിയം കൊണ്ട് യൂസ് ചെയ്യുന്നത് സംതിങ് ഈസിലി അച്ചീവ്ഡ് അല്ലെങ്കിൽ വെരി ഈസി ടാസ്ക് അങ്ങനെയൊക്കെ തരാറുണ്ട്. ഓവർ ദി മൂൺ. ഓവർ ദി മൂൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി, വളരെയധികം ഹാപ്പി ആയിരിക്കുന്നു, അതിനെയാണ് ഓവർ ദി മൂൺ എന്ന ഇഡിയം കൊണ്ട് യൂസ് ചെയ്യുന്നത്. കോൾഡ് ബ്ലഡ് ക്രൂവലി. ക്രൂവലി കോൾഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ ക്രൂവലിയാണ് കോൾഡ് ബ്ലഡ്. റെഡ് ലെറ്റർ ഡേ, വെരി ഹാപ്പി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേ ഈസ് കാൾഡ് റെഡ് ലെറ്റർ ഡേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഡേ. നമ്മൾ കലണ്ടറിലൊക്കെ റെഡ് ലെറ്റർ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്ന ഡേ എന്താ, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവധിയുള്ള ദിവസമായിരിക്കും, സൺഡേ ആയിരിക്കും അല്ലേ, അതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആയിരിക്കും എന്ന് ആലോചിക്കുക. റെഡ് ലെറ്റർ ഡേ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയിൽ റിപ്പബ്ലിക് ഡേ, നമ്മുടെ സ്വാതന്ത്ര്യദിനം, ഇങ്ങനത്തെ ഡേറ്റുകളൊക്കെ നമ്മുടെ കലണ്ടറിൽ റെഡ് ലെറ്റർ കൊണ്ട് മാർക്ക് ചെയ്യും. അപ്പോൾ വളരെ ഹാപ്പിയും ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളൊരു ഡേ ആണ് റെഡ് ലെറ്റർ ഡേ. A piece of cake, something easily achieved. Over the moon, extremely happy. Cold blood, cruelly. Red letter day, very happy and important day. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ് 3യിൽ ഞാൻ പഠിപ്പിക്കുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ലെങ്ത് കൂട്ടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ മലയാളം ഇംഗ്ലീഷ് കറണ്ട് അഫേഴ്സ് പഠിച്ചു. സെക്കൻഡ് ക്ലാസ്സിൽ ഇൻപുട്ട് ഉപകരണങ്ങളും അതുപോലെ തന്നെ എന്താണ് പഠിച്ചത്, ഇൻപുട്ട് ഉപകരണങ്ങളും മാത്സും പഠിച്ചു. മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്പുട്ട് ഉപകരണങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷും മലയാളവും പഠിച്ചു. ഇങ്ങനെ കുറേശ്ശേ ടോപ്പിക്കുകൾ മിക്സഡ് ആയിട്ട് പഠിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് പോർഷൻസ് കവറായിട്ട് പോകുന്നൊരു സ്വയം ഒരു ഫീൽ തോന്നും. ഒരേ സബ്ജക്റ്റിൽ തന്നെ ഇരുന്നാൽ നിങ്ങൾക്ക് മടുപ്പും തോന്നും, ഞാൻ എവിടെ എത്തുന്നില്ല എന്നും തോന്നും. അപ്പോൾ ഡെയിലി ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ബാക്കി ക്ലാസ്സുകൾ എക്സാം എന്നാണോ അതുവരെ ക്ലാസ്സുകളുമായിട്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഇതുപോലത്തെ മിക്സഡ് ടോപ്പിക്കുകളുമായിട്ട് ക്ലാസ്സിൻ്റെ ലെങ്ത് കൂട്ടണോ, ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഈ രീതി തന്നെയായിരിക്കും നോട്ട്സ് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും എടുക്കുന്നത് കൊണ്ട് ഇതിൽ മോഡിഫിക്കേഷൻ വരുത്താനൊന്നുള്ള സമയമില്ല. നിങ്ങൾക്കിത് മതിയാകുമല്ലോ, നിങ്ങളിത് നോക്കിയെങ്കിൽ പഠിച്ചാൽ മതി. മാക്സിമം നോട്ടുകൾ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കി വായിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ എക്സാമും നോട്ട്സും ഷെയർ ചെയ്യുന്നതായിരിക്കും. കാണുക. താങ്ക്